പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്ന ഒരു നാടൻ മുട്ടക്കറിയാണ്. അപ്പോൾ ആദ്യം ഒരു ഇരുമ്പ് ചട്ടി ഞാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് മധുരം വരാതിരിക്കാനായിട്ടാണ് നമ്മൾ പച്ചമുളക് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അതൊന്ന് വഴറ്റാം. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് ഉറപ്പ് വരുത്താനും മറക്കരുത്. ഈ മുട്ട പൊളിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു മെംബ്രെയിനുണ്ട്, അതുകൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ പൊളിക്കാൻ. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങാൻ വയ്ക്കുമ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു 3 തൊട്ട് 5 മിനിറ്റ് വരെ തിളയ്ക്കണം. അതിന് ശേഷം അധികം ചൂട് പോകാതെ തന്നെ എല്ലാ സൈഡും പൊട്ടിച്ചതിന് ശേഷം ആ തോല് ചേർത്ത് ഉരിച്ചിങ്ങനെ നമുക്ക് ഉരിഞ്ഞെടുക്കാം. ഉള്ളി പകുതി വഴലുമ്പോൾ നമുക്ക് ഉപ്പിടാം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി നമ്മൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞിടണം കടിക്കാതെ. അതിനുശേഷം അല്പം കറിവേപ്പില. എന്നിട്ട് ഇത് നന്നായിട്ട് വഴലുന്നിടം വരെ ഒന്ന് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അല്പം ഗരം മസാല, മഞ്ഞൾ. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കഴുകി ഉപ്പ് പുരട്ടി വെച്ചിരുന്നതാണ്. ഇതിനകത്ത് വെള്ളം കാണാമല്ലോ, ഈ വെള്ളം ഒഴിക്കരുത്, ഉരുളക്കിഴങ്ങ് മാത്രം ഇപ്പോൾ മതി. ഇത് ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേഗമാകുന്നതും വരെ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം. ഇപ്പോൾ ഏകദേശം അതൊരു പകുതി വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയപ്പോൾ കണ്ടോ, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴരണം, എങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് ആ പൊടിയൊന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയാണ് വഴറ്റി പൊടിയുടെ മണം മാറാനായിട്ട്. അതിലേക്ക് നമ്മൾ 2ാം പാലാണിപ്പം ഒഴിക്കുന്നത്. എന്നിട്ട് ഈ 2ാം പാലിൽ കിടന്ന് വേണം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേകാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയെല്ലാം കൂടെ ഉരുളക്കിഴങ്ങിലും പിടിച്ച് അത് നന്നായിട്ടൊന്ന് വേകണം. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഇടാം, ആവശ്യമുള്ളതനുസരിച്ച്. അതുപോലെ തന്നെ കുരുമുളക് പൊടി. നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചു. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കണം. ഉരുളക്കിഴങ്ങ് വെന്തെങ്കിലേ അതിനകത്ത് മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചത് ഇടാൻ പാടുള്ളൂ. ഉരുളക്കിഴങ്ങ് വെന്ത് മുട്ട നമുക്ക് അതിനകത്തിട്ട് അല്പം മല്ലിയിലയും ചേർത്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിതിന് കടുക് വറുത്തിട്ടാൽ മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുകിട്ടു. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ടു. ആ ചുമന്നുള്ളി നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. ആദ്യമേ ഇട്ടാലങ്ങ് വറുത്ത് പോകും. ഇനി 1ാം പാൽ നമ്മൾ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ മതി. അപ്പോൾ കറി റെഡിയാണ്. അതിനകത്തേക്ക് നമ്മൾ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉഗ്രം കറിയാണിത്. അപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.